ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി സോംബി മൂവിയാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വന്നു ഇപ്പൊ സപ്പോർട്ടൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ബട്ടനും ലൈക്ക് ബട്ടനും ഹൈ ബട്ടനും ഒക്കെ നിൽക്കാൻ മറക്കരുത്. സോ അധിക സമയങ്ങളായി നമുക്ക് നേരെ ഇന്നത്തെ സിനിമയിലോട്ട് എടുക്കാം. സിനിമയുടെ തുടക്കത്തിലായി കാണിക്കുന്നത് മുഴുവനായിട്ട് സോംബി വൈറസ് പടർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേവലാതി പോലും ഇല്ലാത്തൊരു പെണ്ണാണ് ഈ സിനിമയിലെ നായിക. ഇവളുടെ പേരാണ് സാറ. അവിടെ എടുത്തിരിക്കുന്ന ലെവന്റെ പേരാണ് നിക്ക്. ഇവരിപ്പോ എവിടെയൊക്കെ പോയോണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു ചെറിയൊരു എയർപോർട്ട് ഉണ്ട്. അവിടെ പോയി ഒരു പ്ലെയിനിലോട്ട് കയറി കടലിന്റെ നടുവില് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഐലൻഡ് ഉണ്ട്, അവിടേക്ക് പോകാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്താണ് സാർക്ക് ഛർദ്ദിക്കാനായി മുട്ടുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അവള് പിന്നെ ഒട്ടും സമയം കളയാതെ നേരെ പുറത്തോട്ട് പോയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ സാറ വണ്ടിയിൽ കയറിയതിനു ശേഷം നിക്ക് അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ തീരെ ഭാഗ്യമില്ലാത്ത ബാക്കില് വണ്ടി അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇതൊരു മണ്ണിലോട്ട് ടയർ ഇറങ്ങിയിരിക്കുകയാണ്. നിക്ക് പറയാൻ തുടങ്ങി, ഇവിടുന്ന് എയർപോർട്ടിലോട്ട് 30 മൈൽ ദൂരമുണ്ട്. അപ്പൊ സാറേ ആവട്ടെ എന്നെ നടന്നു പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. നീ എന്താ പൊട്ടിയാണ്, 30 മൈൽ നടക്കാൻ എനിക്കൊന്നും വയ്യ. അങ്ങനെ പറഞ്ഞ് അവളെ കളിയാക്കുന്നതിന് ശേഷം ഇവനാവട്ടെ അവിടെ എയർപോർട്ടിലുള്ള ഇവന്റെ ഫ്രണ്ടിനെ വിളിക്കാനായി ശ്രമിക്കുന്നു. ആ സമയം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ദൂരെ നിന്ന് ഒരു ചെങ്ങായി ആവട്ടെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഗെറ്റപ്പ് ആയി ഇവരുടെ നേരെ നടന്നു വരുന്നു. കുറച്ചടുത്തോട്ട് എത്തിയപ്പോഴല്ലേ മനസ്സിലായത് അതൊരു സോംബിയാണ്. നിക്ക് പിന്നെ ഒട്ടും സമയം കളയാതെ കാറിൽ നിന്ന് അവന്റെ തോക്കെടുത്ത് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവന്റെ ഫോൺ ആവട്ടെ താഴോട്ട് പോകുന്നുണ്ട്. അവനത് ശ്രദ്ധിക്കുന്നില്ല. നിക്കാവട്ടെ നേരെ ആ സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. സാരയാവട്ടെ തലയിലോട്ട് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മുടെ നിക്കാവട്ടെ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മിസ്സായി പോകുന്നു. പിന്നെ അടുത്തത് ഒരു കൈയിലോട്ടാണ് കൊള്ളുന്നത്. എന്നാൽ മൂന്നാമത്തെ ബുള്ളറ്റ് ആവട്ടെ കറക്റ്റ് നെഞ്ചിലോട്ട് തന്നെ കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ആ സോംബി അവിടെ വീഴുന്നുണ്ട്. നമ്മുടെ സാരയാവട്ടെ ഈ സോംബിയെ കൊല്ലാൻ ഇത്രക്ക് സുഖമാണോ എന്ന് പറഞ്ഞിട്ട് അവരാവട്ടെ അവിടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പണ്ടാ ആ സോംബി ആവട്ടെ നൈസായി എഴുന്നേറ്റ് വരും. സാരയാവട്ടെ അതിന്റെ തലയിലോട്ട് തന്നെ വെടിവെച്ച് അതിനെ കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. നിക്ക് ഷൂട്ട് ചെയ്തെങ്കിലും അതിനെ ചെവിയിലൂടെയാണ് തട്ടിപ്പോകുന്നത്, അല്ലാണ്ട് തലയിലോട്ടൊന്നും തട്ടുന്നില്ല. പിന്നെയും നിക്ക് കറക്റ്റ് തലയിലോട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവന്റെ ആ ഗണ്ണിലെ ഉണ്ട തീർന്നു പോകുന്നു. സോംബി അടുത്തെത്തിയതും നമ്മുടെ സാറയും നിക്കുമാട്ടെ നേരെ ഓടിപ്പോയി അവരുടെ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്നു. ഗ്ലാസ് ഒക്കെ അടിച്ച് നല്ല രീതിക്ക് പേടിച്ചിട്ട് ഒരു മൂലക്ക് പോയി ഇരിക്കുകയാണ് ഇവർ രണ്ടുപേരും. സോംബിക്ക് പിന്നെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരെ വന്നിട്ട് ആ വണ്ടിയുടെ ഗ്ലാസ് ആവട്ടെ ഇടിച്ചിടിച്ചിരിക്കുകയാണ്. ആ ഗ്ലാസ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കാര്യം തീരുമാനമായി. അങ്ങനെ കുറെ സമയം കടന്നു പോകുന്നു. ആ സോംബി ആവട്ടെ നേരത്തെ ഇടിച്ചു നിൽക്കുന്ന പോലെ തന്നെ ആ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനെയും നോക്കി കുത്തിരിക്കുക തന്നെയാണ് ആ രണ്ടുപേരും. സാറ പറയുന്നുണ്ട്, നീ ആ ഫോൺ കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ആരെങ്കിലും വിളിക്കാമായിരുന്നു, എന്നിട്ട് ഒരു സഹായം ചോദിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോണ്ടാ ആ സോംബിയെ കാണാനില്ല. ഇവർ അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ടെങ്കിലും ആ സോംബിയെ എവിടെയും കാണാനില്ല. ആ സോംബി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇറങ്ങിയ പാടെ ഇവര് നേരെ ഇവരെ കളഞ്ഞു പോയ ഫോണാണ് തരുന്നത്. അങ്ങനെ അവസാനം സാർ ആ ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്ക് ആ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോണ്ടാ നമ്മുടെ നിക്കിന്റെ ബാക്കിൽ ആ സോംബി. പിന്നെ ആ സോംബി ഒട്ടും സമയം കളയാതെ നമ്മുടെ നിക്കിന്റെ കഴുത്താവട്ടെ കടിച്ചു പറിക്കുന്നുണ്ട്. നമ്മുടെ സാറ ആവട്ടെ ആകെ പേടിച്ച് നേരെ വണ്ടിന്റെ ഉള്ളിലോട്ട് കയറുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സാറ നിക്കിനെ നോക്കുന്ന സമയത്താവട്ടെ നിക്കിന്റെ കുടൽമാലയൊക്കെ വലിച്ച് നൂഡിൽസ് പോലെ തിന്നയാണ് ആ സോംബി. നമ്മുടെ സാറ ആവട്ടെ വേണ്ട സാധനങ്ങളൊക്കെ ഒരു ബാഗിലോട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ആ സോംബിനെ നോക്കുന്നു. ആ സോംബിയെ പിന്നെയും കാണാനില്ല. അവള് ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ സോംബി കാറിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവളൊന്നും നോക്കാതെ ആ സോംബിയെ 2-3 ചവിട്ടും ചവിട്ടി മറ്റേ ഡോറിലൂടെ പുറത്തോട്ട് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. ആ ഇടത്ത് കണ്ണ് പോലും കാണാതെ എങ്ങോട്ടേക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാറ. അതും ആ ഏരിയ മുഴുവനും ഒരു മരുഭൂമിയാണ്. എവിടേക്കാണോ എന്താണോ എന്നറിയാതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ കുറെ ദൂരം ഓടി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്തോട്ട് പോയി നിൽക്കുന്നു. എന്നിട്ട് അവളാവട്ടെ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നു. അത് മാത്രമല്ല സോംബി ഇനി എപ്പോഴേലും പുറകോട്ട് വരുമോ എന്നുള്ള നല്ല പേടിയുണ്ട്. അങ്ങനെ രാവിലെ ആവുന്നു. രാവിലെ ആയപ്പോഴാണ് അവർ കാണുന്നത് ഇവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാല് മരുഭൂമിയുടെ നടുവിലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ഒരു മനുഷ്യന് ഒരാളെ പോലും കാണാൻ സാധിക്കത്തില്ല. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ നിക്കിന്റെ ഫോണിലുള്ള ആരെയോ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവരോട് നിക്ക് മരിച്ച കാര്യമൊന്നും പറയുന്നില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് കാർ ആവട്ടെ ബ്രേക്ക് ഡൗൺ ആയി, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഇവിടെയുള്ള ഒരു പ്ലെയിൻ റിപ്പയർ ആയി, അതൊന്നും നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ തനിയെ ഇവിടേക്ക് എത്താൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ കോൾ ആവട്ടെ കട്ട് ചെയ്യുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഫോൺ എടുത്ത് അതിലെ മാപ്പ് ഉപയോഗിച്ച് ഡയറക്ഷൻ നോക്കി നടക്കാൻ ശ്രമിക്കുന്നു. കുറെ ദൂരം നടന്ന് ക്ഷണിച്ചത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത്
ഇരുന്ന് അവള് വിശ്രമിക്കുകയാണ്. അവളാവട്ടെ എന്തെങ്കിലുമൊക്കെ ഞണ്ണാൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ ബാഗ് തുറന്നു നോക്കുമ്പോൾ ഒരു സാധനം പോലും ഇല്ല ഇതില്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെയും അവളുടെ യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ രാത്രിയാവുന്നു. നമ്മുടെ സാറാവട്ടെ അവിടെ കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അവള് പിന്നെ അവളുടെ ആ ബാഗ് പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ മകളുടെ ഒരു കളിപ്പാട്ടം കിട്ടുന്നു. അതൊക്കെ കണ്ട് സെന്റി അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അതായത് അവളുടെ മകളെ കുറിച്ച് ആലോചിച്ചിട്ട് പെട്ടെന്ന് അവളുടെ ബാക്കിലായിട്ട് എന്തോ ശബ്ദമുള്ളത് പോലെ അവൾക്ക് തോന്നി. അവള് തിരിഞ്ഞു നോക്കുമ്പോണ്ടാ ആ സോംബി ഇവളുടെ തൊട്ട് ബാക്കിൽ. അവൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സോംബി ആവട്ടെ ഇവളുടെ മേത്തേക്ക് വീഴുന്നു. ഒരു വിധത്തിലാണ് അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. അങ്ങനെ ഓടി ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊക്കത്തിലുള്ള പാറക്ക് മേലെ കയറി നിൽക്കുന്നു. അവിടെ കയറി ഇന്ന് സാരയാവട്ടെ ദൂരെ നിന്ന് അവൾ തീ വെച്ച ആ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അവിടെ ആ സോംബിയെ കാണാനില്ല. അങ്ങനെ അവൾ ചുറ്റും നോക്കിയാലും കാണാത്തത് കൊണ്ട് തന്നെ ആ പാറയുടെ മുകളിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സാരയാവട്ടെ ആദ്യം തന്നെ കാണുന്നത് ആ സോംബിയാണ്. അത്യാവശ്യം പൊക്കമുള്ള പാറ ആയതുകൊണ്ട് തന്നെ ആ സോംബിക്ക് ആ പാറയുടെ മുകളിലോട്ട് കയറാൻ സാധിച്ചിട്ടില്ല. ആ സോംബി ആവട്ടെ സാരയെ വിടുന്ന ലക്ഷണമില്ല. ശരിക്കും ഈ പട്ടികളെ പോലെ ഇറച്ചി കണ്ട പുറകെ വരില്ലേ, അതുപോലത്തെ ഒരു പട്ടിയെ പോലെ. നമ്മുടെ സാരയാവട്ടെ ഇനി ഇത് പട്ടിന്റെ വല്ല സ്വഭാവമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കമ്പ് ദൂരോട്ട് എറിഞ്ഞിട്ട് ആ കമ്പ് പോയി എടുത്തു വരാൻ വേണ്ടി പറയുന്നു. പക്ഷെ ആ സോംബി ആവട്ടെ ആ കമ്പിലോട്ട് നോക്കിയതിനു ശേഷം പിന്നെയും നമ്മളെ സാറയുടെ മേത്തേക്ക് തന്നെ വരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തുണിയിലോട്ട് കുറച്ച് രക്തമാക്കി അത് ദൂരോട്ട് വലിച്ചെറിയുന്നു. അത് സോംബി എടുക്കാൻ പോയത് കൊണ്ട് തന്നെ നൈസായിട്ട് സാരയാവട്ടെ പാറയുടെ മറ്റേ ഭാഗത്ത് കൂടെ ഇറങ്ങാനായി ശ്രമിക്കുന്നു. പക്ഷെ നെടുവും കൂട്ടി താഴെ തന്നെ അവള് വീഴുന്നു. അത് കണ്ട് സോംബി ആവട്ടെ ഇവിടെ അടുത്തേക്ക് തന്നെ പിന്നെയും വരുന്നു. അവള് വേനെ ഒന്നും നോക്കാതെ നേരെ ഇറങ്ങി ഓടുന്നു. നേരെ പോകുന്നത് അവളുടെ ബാഗൊക്കെ വെച്ചെടുത്തേക്കാണ്. സോംബി കുറച്ച് പതുക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവളാവട്ടെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അവളുടെ ബാഗിലോട്ട് ആക്കിയിട്ട് പിന്നെയും അവൾ ഓടാനായി ശ്രമിക്കുന്നു. അങ്ങനെ ഓടുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഒരു കാര്യം കാണുന്നത്. ഒരു മദ്യക്കുപ്പി മാത്രം എടുക്കാൻ മറന്നു. പക്ഷെ ആ സോംബി ആവട്ടെ വളരെ എടുത്തെത്തിയിട്ടുണ്ട്. അവളാട്ടെ ജീവൻ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ആ കുപ്പി എടുക്കുന്നു. എന്നിട്ട് ഒരു ഒറ്റ ഓട്ടം. എന്നിട്ട് ഞാനാ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഓടുന്നു. അങ്ങനെ കുറെ ദൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു പുറകെ തന്നെ ആ സോംബിയും ഉണ്ട്. ഇതിനിടയിൽ വേറെയും കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ആ സോംബി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ബിയും. അപ്പൊ ആ സാറയാവട്ടെ ഇങ്ങനെ കാനെ തന്നെ വേണടാ എന്ന് പറഞ്ഞിട്ട് ആ സോംബിയെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ സാറയാവട്ടെ കുറെ ദൂരം നടന്നിട്ട് ഒരു വീടിന്റെ മുമ്പിലോട്ട് എത്തുന്നുണ്ട്. അവളാവട്ടെ കഴിക്കാൻ എന്തിനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. പക്ഷെ അവളുടെ ബൈക്കടിന് ആ വീടിന്റെ അകത്ത് ഒരു സാധനം പോലും ഇല്ല. എന്തിനെ കുടിക്കാൻ പോലും വെള്ളമില്ല. വെള്ളം പോലും കുടിക്കാനില്ലാതെ ഇത്രയും ദൂരം നടന്നതുകൊണ്ട് തന്നെ ക്ഷീണം കൊണ്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വപ്നത്തിലാവട്ടെ കിടന്നുറങ്ങുന്ന സമയത്ത് മകള് വന്ന് വിളിക്കുന്ന സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ അവള് പോയി നോക്കുമ്പോണ്ടാ ആ സോംബി ഇവളുടെ റൂം ലക്ഷ്യമാക്കി വരുന്നു. അവൾ പിന്നെ ഒട്ടും സമയം കളയാതെ നേരെ ഒരു ബാത്ടബ്, അതായത് ഷീറ്റ് കൊണ്ട് മറിച്ചിരിക്കുന്ന ബാത്ടബിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. ആ സോംബിയും അവളുടെ തൊട്ടടുത്തായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിൽ കൂടെ ഒരു തേൾ ഇങ്ങനെ എഴുതി വരുന്നത്. അത് കയറിയായിട്ട് അവളുടെ മുഖത്തിനടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അവൾക്ക് അനങ്ങാൻ പോലും കഴിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ശബ്ദം പോലും കേട്ട് കഴിഞ്ഞാൽ ആ സോംബി ഇവിടേക്ക് എത്തും. അങ്ങനെ കുറെ നേരം അവളെ തെരഞ്ഞിട്ടും അവിടെ കാണാത്തത് കൊണ്ട് ആ സോംബി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴത്തേക്കും ആ തേളാവട്ടെ കയറി അവളുടെ മുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. വരാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് നേരെ ആ തേളിനെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചവിട്ടി പ്ലക്കിണ്ട് വിടുന്നു. അവള് പുറത്തോട്ട് ഇറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ എവിടെയും സോംബിയെ കാണാനില്ല. ആ ഒരു ആശ്വാസത്തില് പിന്നെ അവൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവളാവട്ടെ നടന്ന് ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും നടക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ സോംബി പിന്നെയും വരുന്നത്. അവക്കാവട്ടെ തീരെ വയ്യ. ഇവിടെ ആലോചിക്കുന്നത് ഈ സോംബി എന്നാണ് ഇവളെ വിടാതെ പിന്നെയും പിന്തുടർന്ന് വരുന്നത് എന്ന്. അവക്കാവട്ടെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് താഴെ നിന്ന് ഒരു കല്ലെടുക്കും. എന്നിട്ട് ഇനി വന്നാൽ നിന്റെ തലമണ്ട എന്നെ പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ വരട്ടാൻ തുടങ്ങുന്നു. അത് വല്ലത് കേൾക്കുവോ? അത് നേരെ നടക്കുന്ന പോലെ തന്നെ നേരെ ഇവളുടെ നേരത്തേക്ക് തന്നെ വരുന്നു. ഇവളാവട്ടെ ദേഷ്യം പിടിച്ച് കുറെ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ നിക്ക് മരിച്ചതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നത്. അതായത് അവളുടെ ബോയ് ഫ്രണ്ട് അവന്റെ മരണം പോലെ ഇവൾക്കും മരിക്കാൻ വയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ഇവളും ആ ബാഗ് എടുത്ത് ഇറങ്ങി ഓടുന്നു. അവൾക്ക് അപ്പോഴേ മനസ്സിലായി ഈ സോംബി ഇനി വിടത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ സോംബിക്ക് പേരൊക്കെ ഇട്ട് ചില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ എന്ത് പറഞ്ഞാലും നിന്നെ എതിർത്തൊന്നും പറയത്തില്ല. പക്ഷെ നിന്റെ സ്മെല്ലും ഡ്രസ്സൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ കുറെയൊക്കെ സംസാരിച്ച് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോംബിക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പാറക്ക് മുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇന്ന് വിശ്രമിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെ സോംബിനൊന്നും പേടിയില്ല ഇവൾക്ക്. രാത്രിയായ സമയത്ത് പിന്നെയും പാറക്ക് മുകളിൽ കയറിയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമൊക്കെ മുമ്പ് മകളുമായി സമയം ചെലവഴിച്ചതൊക്കെ ആലോചിച്ച് ആകെ സെഞ്ചി അടിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ പിന്നെയും നടക്കാൻ തുടങ്ങി. പുറകെ തന്നെ സോംബി ഉണ്ട് കേട്ടോ. നടന്ന് അവസാനം ഒരു മണൽക്കൂരേന്റെ മേളിൽ കയറിയിരിക്കുകയാണ്. ആ സമയമാണ് ദൂരെ നിന്ന് ഒരു വലിയ പൊടിക്കാറ്റ് വരുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ളിൽ പെട്ടുപോകുന്നു. അതിനിടയിലും സോംബി അവളെ കയറി കടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിധം അവളെ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കാറ്റ് കടിച്ചു കഴിഞ്ഞു. ദേഹം മുഴുവനും മണലാൽ കുളിച്ചിരിക്കുകയാണ് നമ്മുടെ സാർ. അപ്പോഴാണ് അതിൽ കൂടി ഒരു കാർ പോകുന്ന കാര്യം അവളെ ശ്രദ്ധിക്കുന്നത്. ഓൺ ദ സ്പോട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നു. അത് കേട്ടത് കൊണ്ട് തന്നെ ആ വണ്ടിയിലെ രണ്ടുപേര് ഇറങ്ങി വരുന്നുണ്ട്. അവരെ കണ്ടതും ഇവക്കാവട്ടെ ഒരു ദൈവത്തിനെ പോലെയാണ് തോന്നിയത്. അവരാവട്ടെ ഇവക്കാവട്ടെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറേ ആവട്ടെ ഞാൻ എയർപോർട്ടിലോട്ട് പോവുകയാണ്, അവിടെ എന്റെ ഒരു ഫ്രണ്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരാവട്ടെ ഞങ്ങളും അവിടെ
അവിടേക്കാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാറയെ വണ്ടിയിൽ കയറ്റി ഇരുത്തുന്നുണ്ട്. സാറേ ആവട്ടെ എന്റെ ഒരു ബാഗും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരാവട്ടെ ആ ബാഗ് തപ്പാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയം സാറേ ആവട്ടെ ആ കാറിൽ ഇരുന്നിട്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് വണ്ടിയിലിരിക്കുന്ന ഒരു അച്ഛന്റെയും മകന്റെയും ഒരു ഫോട്ടോ കാണുന്നത്. അതിൽ ആ മകന്റെ തലയിലുള്ള അതേ തൊപ്പിയാണ് ഇവളെ രക്ഷിച്ച അയാൾ ധരിച്ചിരിക്കുന്നത്. ഇവക്കാവട്ടെ ചെറുതായി ഡൗട്ട് അടിക്കുന്നു. എന്നിട്ട് ബാക്ക് സീറ്റിലോട്ട് നൈസായി നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ബ്ലഡ് പറ്റിയ ഒരു ജാക്കറ്റ് കാണുന്നത്. എന്തോ നല്ലൊരു പ്രശ്നം തോന്നി അവളാട്ടെ ഡോർ തുറന്ന് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അതേ സമയമാണ് ആ ബാഗ് തപ്പി അമ്മമാര് തിരിച്ചു വരുന്നത്. ഇവളാട്ടെ ഒന്നും കാണാത്ത രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട്. അവളാട്ടെ പറയാൻ തുടങ്ങി, ഇത്രയും ചെയ്തു തന്നതിന് നന്ദി, ഇനി ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൻട്ര തനി സ്വഭാവം ഇറക്കുന്ന അമ്മമാര് അങ്ങനെ അങ്ങ് പോയാലോ, ആ എയർഫീൽഡിലോട്ടുള്ള വഴി ഇങ്ങോട്ട് പറയും, എന്നിട്ട് നീ പോയിക്കോ. എന്നിട്ട് നേരെ അവന്മാർ അവളെ പുറത്തോട്ട് ഇറക്കിയതിനു ശേഷം കത്തി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു. മര്യാദക്ക് പറഞ്ഞു തന്നു, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് കൊല്ലു എന്ന് പറയുന്നു. നേരെ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവിടേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും സാറയെ അവര് വിടുന്നില്ല. അവരാവട്ടെ അവളോട് വളരെ മോശമായ രീതിയിലാവട്ടെ പെരുമാറുന്നുണ്ട്. ഈ സമയമാണ് മാസായിട്ട് മണലിൽ പുതഞ്ഞു പോയ ആ സോംബി എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് നേരെ വന്നിട്ട് സാറയെ മോശമായി പെരുമാറുന്ന ആ ചെങ്ങന്റെ കഴുത്ത് കടിച്ചണ്ട് പറിക്കുന്നു. ഇതൊക്കെ കണ്ട് കിളി പോയിരുന്ന മറ്റേ ചെങ്ങായാവട്ടെ നൈസായ വണ്ടി എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അതിനിടയിൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ആവട്ടെ മിസ് ആവുന്നുണ്ട്. ആ രണ്ടുപേരെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് തന്നെ ആ സോംബിയെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ ഇവള് കാണുന്നു. എന്നിട്ട് ആ സോംബിയെ നോക്കി ഒരു നന്ദിയും പറയുന്നുണ്ട്. പക്ഷെ ആ സോംബി ആവട്ടെ മെയിൻറ്റ് ചെയ്യുന്ന പോലും ഇല്ല. അത് നൈസായിട്ട് ആ കൊന്ന ചെങ്ങായിന്റെ കൊടന്മാലൊക്കെ നൂഡിൽസ് പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ മനുഷ്യന്മാരെക്കാളും എത്രയോ ബെറ്ററാണ് ഈ സോംബി എന്ന് തോന്നുന്നു. അവളുടെ ഭാഗ്യത്തിന് നേരത്തെ ആ ചെങ്ങായിന്റെ കയ്യിൽ നിന്ന് മിസ്സായ ആ ബോക്സിൽ നിന്ന് കുറെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഹെയർ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടും കൂടി കിട്ടുന്നുണ്ട്. അവളായിട്ട് ആ ബോട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അത് വലിച്ചുകൊണ്ട് പോവുകയാണ്. കൂടെ ആ സോംബിയും ഉണ്ട്. കുറച്ചു ദൂരം നടന്നതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിച്ച് അവിടെ കിടന്ന് കരയുകയാണ്. കൂടുതൽ സമയം കളയാതെ വീണ്ടും നടക്കാനായി തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു ടയറുകളൊക്കെ അടുക്കി വെച്ചതായിട്ട് കാണുന്നത്. അത് കണ്ടതും സാർക്കാട്ട് ഒരു കിടിലൻ ഐഡിയ തോന്നുന്നുണ്ട്. ഇവള് വലിച്ചു കൊണ്ടുവരുന്ന ആ ബോട്ടിൽ ഒരു കയറ് കെട്ടി നൈസായിട്ട് അതൊരു ടയറുമായി കെട്ടി അത് സോംബിയുടെ കഴുത്തിലോട്ട് ഇട്ടെടുക്കുന്നു. കാര്യം മുഴുവൻ എളുപ്പമായില്ലേ, വെറുതെ പുറകെടുക്കുന്നതിനായിട്ടല്ലത് ഒരു സഹായം കൂടി ചെയ്തെന്ന് ഈ സോംബി. എന്നിട്ട് അവളാവട്ടെ ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങുന്നു. നടക്കുന്ന സമയത്തൊക്കെ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ചേച്ചിക്ക് വർഷങ്ങളായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ അവൾക്ക് നോക്കാനായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവളും എന്റെ മകനെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവരിപ്പോഴും സേഫ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് ആ സോംബി ആവട്ടെ അവളൊരു കയർ ഉപയോഗിച്ച് കെട്ടിയിടുന്നു. എന്നിട്ട് ബാഗ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ സോംബി ഒറ്റയ്ക്ക് വിടാനായിട്ട് അവൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് ആ ടയർ ആവട്ടെ എടുത്ത് മാറ്റുന്നു. അപ്പോ തന്നെ ആ സോംബി ഇവളെ കടിക്കാനായിട്ട് വരുന്നു. അവളാവട്ടെ പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആ സോംബി ആവട്ടെ കടിക്കാൻ അവിടെ നിൽക്കുന്നു. അവൾ ആ സോംബി ഒരു പെറ്റിനെ പോലെ കരുതാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും രാത്രിയായ സമയത്ത് ഒരു പാറയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കുഞ്ഞിന്റെ ഒരു കളിപ്പാട്ടം നോക്കിയതിനു ശേഷം മനസ്സ് തുറന്ന ആ സോംബിയോട് സംസാരിക്കുകയാണ്. ആ സോംബിക്കും എന്തൊക്കെയോ മനസ്സിലായതുപോലെ അതും കേട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെയും രാവിലെ ആവുന്നു. വീണ്ടും അവർ നടക്കാനായി തുടങ്ങുന്നു. അങ്ങനെ അവർ കുറെ നടന്നതിന് ശേഷം അവരൊരു പാലത്തിന്റെ അടുത്തോട്ട് എത്തുന്നു. അതായത് റോഡ് പോലെയുള്ള ഒരു പാലം. ആ സോംബിയോട് നമ്മൾ ഏകദേശം എത്താനായി എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ആ റോഡിലൂടെ കുറച്ച് ആർമി ട്രക്കുകളൊക്കെ വരുന്നത്. ആ സോംബി എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഷൂട്ട് ചെയ്യുന്ന അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നേരെ ആ പാലത്തിന്റെ അടിയിൽ പോയിട്ട് ഒളിപ്പിക്കും. അങ്ങനെ എല്ലാ ട്രക്കുകളും ക്രോസ് ചെയ്ത് പോകുന്നു. പക്ഷെ ഒരു ട്രക്ക് മാത്രം അവിടെ നിർത്തുന്നു. അവർ നടന്ന് നേരെ സാറയുടെ അടുത്തേക്ക് എത്തുന്ന ആ സമയം തന്നെ അവള് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ആ പട്ടാളക്കാരി ഇവളെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ അവളൊരു സോംബി അല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവളെ വെറുതെ വിടുന്നു. ആ പട്ടാളക്കാരൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ വെറുതെ ഒന്നും പുറത്തോട്ട് ഇറങ്ങി അടക്കരുത്, അതൊട്ടും സേഫ് അല്ല എന്നും കൂടി പറയുന്നുണ്ട്. അവളാവട്ടെ അവളുടെ ഹസ്ബൻഡിനെ കാത്തു നിൽക്കാന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വരും, അവരുടെ കൂടെ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ജോലി ഉള്ളതല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് പട്ടാളക്കാരെ തിരിച്ച് ആ ട്രക്കിലോട്ട് പോകുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആ സോംബി ഇറങ്ങിയിരുന്നു. ആ പട്ടാളക്കാരൻ വെടിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സോംബിയുടെ കുറുകെ പോയി നിൽക്കുന്നു. ആ പട്ടാളക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇതാണ് നിന്റെ ഹസ്ബൻഡ് എന്ന്. അതൊരു സോംബി ആണെങ്കിലും അത് ഇവളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ആ സോംബിയുടെ കാലോട്ട് മാത്രമേ ഷൂട്ട് ചെയ്യുന്നു. അവൾ ഓടിപ്പോയിട്ട് ആ സോംബിയോട് എഴുന്നേറ്റ് വരാനൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അടിയോ കിട്ടിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ആ സോംബിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവൾ ആ സോംബി നൈസായിട്ട് പൊക്കാൻ നേരത്ത് അറിയാതെ ആ സോംബി ആവട്ടെ ഇവളുടെ കയ്യിലോട്ട് കടിക്കുന്നു. ചെറുതായിട്ട് വിരലൊരു കടി കൊള്ളുന്നുണ്ട് എന്ന് മാത്രം. പക്ഷെ ആ കടി കൊണ്ട് മാത്രം എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. അവൾ ഒട്ടും സമയം കളയാതെ നേരെ പോയിട്ട് ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കൈയൊക്കെ കഴുകുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ആ വൈറസ് ആവട്ടെ ഇവളുടെ കയ്യിലോട്ട് ഇൻഫെക്ട് ചെയ്യാൻ തുടങ്ങി. വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ എടുത്തു നിൽക്കുന്ന കല്ല് ഉപയോഗിച്ചിട്ട് ആ വിരലാവട്ടെ അടിച്ചടിച്ചതിനെ പൊളിച്ചു കളയുന്നു. എന്നിട്ട് വേദനയോടെ ആണെങ്കിലും ഒരു സെല്ലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് രക്തം കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടിട്ട് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ദേഷ്യം പിടിച്ചിട്ട് ആ സോംബിയുടെ അടുത്തേക്ക് പോകും. പക്ഷെ ആ സോംബിയെ കണ്ടിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സോംബിയുടെ മുഖത്തോട്ട് കൈ വെച്ചിട്ട്, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് വയ്യ, എനിക്ക് അതിൽ നല്ല രീതിക്ക് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ആരുടെ കയ്യിൽ നിന്ന് വെടി കൊണ്ട് ചാവുന്നതിനെക്കാട്ടി നല്ലത് എന്റെ കയ്യിൽ നിന്ന് ചാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് ഉപയോഗിച്ചിട്ട് ആ സോംബിയെ തലക്കടിച്ച് തന്നെ കൊല്ലുന്നു. അവള് ചെയ്താണ് ശരിക്കും നല്ല കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാല് ആ സോംബി ആയിട്ട് നടക്കുന്നതാണ്
ഏറ്റവും വലിയ ഇടങ്ങാറ്. അത് അവള് നൈസായിട്ട് മോചിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം അവൾ നടന്ന് നേരെ ആ എയർപോർട്ടിലോട്ട് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ആരെയും കാണാനില്ല. പക്ഷെ അവിടെ ഒരു കാർ മാത്രമേ ഉണ്ട്. അവൾ ആ കാറിന്റെ അടുത്തേക്ക് പോയതും പെട്ടെന്ന് ആരോ ഇവിടുന്ന് എന്തോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവളായിട്ട് ആകെ പാനിക്കായി നൈസായിട്ട് ആ കാറിന്റെ ബാക്കിൽ പോയിട്ട് ഒളിക്കുന്നു. അവള് നൈസായിട്ട് എത്തി നോക്കുന്ന സമയത്ത് ദൂരെ ഏതോ ഒരു ചെങ്ങായി ആവട്ടെ അവളെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവളാവട്ടെ പതുക്കെ കൈയൊക്കെ നീട്ടി കാണിച്ചതിന് ശേഷം എന്നെ ഇവിടെ വെക്കലേ, ഞാൻ ജിമ്മിയെ അന്വേഷിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ചെങ്ങായി ആവട്ടെ ഞാനാണ് ജിമ്മി, നിങ്ങളാണോ സാറ എന്ന് ചോദിക്കുന്നു. നിക്ക് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളാവട്ടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജിമ്മി ആവട്ടെ സാറയെ ആ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഡോർ കാണിച്ചിട്ട് ഈ ഡോർ ഒരിക്കലും തുറക്കരുത്, ഇതിന്റെ അകത്ത് ഒരു 4 സോംബികളെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് നമ്മുടെ സാറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ പണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്ലെയിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ വർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ പ്ലെയിൻ ആവട്ടെ കറക്റ്റ് വർക്ക് ആവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ആ പ്ലെയിൻ ആവട്ടെ പറന്നുയർന്നു പോകുന്നു. പക്ഷേ നമ്മുടെ സാറ മാത്രം പോയില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ കുഞ്ഞ് തന്നെയാണ്. അവളുടെ കുട്ടിയുടെ അടുത്തേക്ക് പോകണം എന്നാണ് അവളുടെ ചിന്ത. അതുകൊണ്ട് മാത്രമാണ് സാറ അവരുടെ കൂടെ പോവാത്തത്. സാറ നേരെ ഉള്ളിലോട്ട് പോയതിനു ശേഷം ഒരു ഫോൺ എടുത്തിട്ട് അവരുടെ വീട്ടിലോട്ട് വിളിച്ചു നോക്കുന്നു. പക്ഷെ എങ്ങനെ വിളിച്ചു നോക്കിയിട്ടും അവിടെ ആരും തന്നെ എടുക്കുന്നില്ല. പിന്നെ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ അവിടെ എല്ലാവരും സോംബി വൈറസ് പിടിച്ചിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവളാവട്ടെ അവിടെ ഇരുന്ന് കരയുകയാണ്. അവൾ അവസാന ശ്രമം എന്നോളം ഒന്നും കൂടി വിളിച്ചു നോക്കുന്നു. ആ സമയത്ത് കറക്റ്റ് അവളുടെ മകള് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അത് മകളെ അറിഞ്ഞ പാടെ തന്നെ അവള് പറയാൻ തുടങ്ങി, മോള് ഇത് അമ്മയാണ്, നീ അവിടെ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ ചോദിക്കും. അമ്മ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇതിലമ്മ റൂമിനുള്ളിലോട്ട് കയറ്റി വാല് പൂട്ടിന് ശേഷം കട്ടിനടിയിലോട്ട് ഒളിച്ചിരിക്കാൻ പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ സമയമായി ഒരു വിവരം പോലും ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സാറേ ആവട്ടെ നീ എത്ര നേരമായി അവിടെ ഒളിക്കുന്നു എന്ന് ചോദിക്കും. അപ്പൊ അവളുടെ മകളാവട്ടെ ഞാൻ കുറെ നേരമായി അവിടെ ഒളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട് നീ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങരുത്, അമ്മ ഇറങ്ങി ഇപ്പൊ തന്നെ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം ആ ഫോൺ ആവട്ടെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരെ അവളാവട്ടെ പുറത്തോട്ട് പോയതിനു ശേഷം ആ ചുവപ്പ് കാറിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ വണ്ടിയുടെ അകത്ത് ചാവിയില്ല. അപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി, ആ കയറരുത് എന്ന് പറഞ്ഞ ആ റൂമിന്റെ ഉള്ളിലെ സോംബികളുടെ കയ്യിലുണ്ടാവും ഈ ചാവി എന്ന്. എന്നിട്ടൊരു കട്ടർ ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ആ വാതിൽ തല്ലി പൊളിച്ച് ഉള്ളിലോട്ട് കയറുന്നു. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഒരു സോംബി ചത്തെടുക്കുന്നുണ്ട്. അതിന് ദേഹത്ത് ഫുള്ള് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ചാവി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അവള് കുറച്ചും കൂടി മുമ്പോട്ട് നടക്കുന്നു. അപ്പോൾ ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സോംബി ആയിരുന്നു. അവളവിടെ കയ്യിൽ ആ സാധനം ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ആ സോംബിയുടെ തലമണ്ട അടിച്ച് പൊളിക്കുന്നു. എന്നിട്ട് ഒരു ഫൈറ്റിന് ശേഷം ആ സോംബിയെ തല്ലി കൊല്ലുന്നുണ്ട്. പക്ഷെ അവളുടെ ബായിക്കേടുകൊണ്ട് ആ സോംബിയുടെ കയ്യിലും ചാവിയില്ല. ആ റൂമിന്റെ അകത്ത് വേറൊരു ശബ്ദം കേട്ടിട്ട് അവൾ അവിടെ അങ്ങോട്ടേക്ക് പോകും. അപ്പോഴാണ് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു സോംബി അവള് കാണുന്നത്. അത് നേരെ സാറയുടെ അടുത്തേക്കാണ് വരുന്നത്. അതൊരുമാതിരി വിയേർഡ് ആയതുകൊണ്ട് തന്നെ അവള് പേടിച്ചിട്ട് നേരെ താഴോട്ട് വീഴും. ആ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ ആ സാധനം അവിടെ തെറിച്ചു പോകുന്നുണ്ട്. ഒട്ടു സമയങ്ങളിൽ ആ സോംബി ആവട്ടെ ഇവളുടെ മേത്തേക്ക് തന്നെ ചാടി വീഴുന്നു. ആ സോംബി ഇവളെ കടിച്ച് കീറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് സാറയുടെ കയ്യിലോട്ട് ഒരു ഡ്രില്ലർ കിട്ടുന്നത്. അവൾ പിന്നെ ഒട്ടു സമയം കളയാതെ ആ ഡ്രില്ലർ ഉപയോഗിച്ച് ആ സോംബിയുടെ തല അവിടെ ഡ്രില്ല് ചെയ്തിട്ട് തന്നെ കൊല്ലുന്നു. ഭാഗ്യത്തിന് ആ സോംബിയുടെ കയ്യിൽ തന്നെ ആ ചാവി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ചാവി കിട്ടിയ പാടെ അവളാവട്ടെ അവളുടെ മകളുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അവള് പോയ ആ സ്ഥലത്തെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവിടെ മൊത്തം ആകെ പുകയും വെടിയും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാം മടിച്ചു പൊളിച്ചൊരുമാതിരി ദുരന്തം പിടിച്ചൊരു സ്ഥലം. അവിടെ ആവട്ടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. എന്തായാലും നമ്മുടെ സാറാവട്ടെ ഒരു പാരയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അവളുടെ മകളുള്ള ആ വീടിന്റെ ഉള്ളിലോട്ട് കയറി. അവിടെ ആകെ അടിച്ചു പൊളിച്ച് ആകെ ഒരുമാതിരി വീടായിട്ട് ഇരിക്കുകയാണ്. അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന് സോംബി വൈറസ് എഫക്ട് ആയതുകൊണ്ട് തന്നെ ആരോ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ അവള് നടന്നായിട്ട് ഒരു സ്ഥലത്തോട്ട് എത്തിയ സമയത്ത് ഗ്ലാസ്സിലാവട്ടെ ബ്ലഡ് ഉപയോഗിച്ച് എന്തോ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എനിക്കും സോംബി വൈറസ് എഫക്ട് ആയി, അതുകൊണ്ട് തന്നെ ഞാൻ കത്തിച്ച് മരിക്കുകയാണെന്ന് പറയുന്നു. ഐ ലവ് യും കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കിളി പോയി ആകെ ഇല്ലാണ്ടായിരിക്കുകയാണ് അവൾ. എന്നിരുന്നാലും പേടിച്ചിട്ട് നേരെ അവളുടെ റൂമിലോട്ട് പോകുന്നു. എന്നിട്ട് കട്ടിനടിയിലോട്ട് നോക്കുന്നു. അവിടെ ആവട്ടെ അവളുടെ മോളെ കാണാനില്ല. മാത്രമല്ല അവിടെയുള്ള എല്ലാ കട്ടിനടിയിലോട്ട് നോക്കുന്നു. അവിടെ ഒന്നും അവളുടെ മോളെ കാണാനില്ല. അവള് കുറെ അവളുടെ മകളുടെ പേര് വിളിച്ചിട്ട് തിരയുന്നുണ്ട്, പക്ഷെ എവിടെയും കാണാനില്ല. അങ്ങനെ അവസാനം ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ചെറിയ ടെന്റ് കാണും. അവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് അവളാവട്ടെ ആ ടെന്റിനടുത്തേക്ക് പോയി നോക്കുന്നു. അപ്പോഴാണ് അവളുടെ കുഞ്ഞാവട്ടെ ആ ടെന്റിനുള്ളിൽ പേടിച്ച് വരച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. മോളെ കണ്ടതും സാറേ ആവട്ടെ ഞാൻ നിന്റെ അമ്മയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അവളാവട്ടെ നേരെ വന്നിട്ട് സാറെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ചെറിയ കുട്ടി പറയാൻ തുടങ്ങി, അമ്മ എന്തിനാ എന്നെ വിട്ടുപോയത്, ഞാൻ കുറെ മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടിട്ട് അവർ രണ്ടുപേരും അവിടെ ആയിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പണ്ടാ അവിടെയുള്ള എല്ലാ സോംബികളും ആ വീടിന്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു. അമ്മ പറയാൻ തുടങ്ങി, എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്റെ പുറകെ തന്നെ നിൽക്കണം, ആ കുഞ്ഞും ശരി എന്നോളം തലയാട്ടും. എന്നിട്ട് നേരെ ആ സോംബികളുടെ തലടിച്ച് പൊളിക്കാനായി പോയതും അങ്ങനെ സിനിമ അവസാനിച്ചു. പോകുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും ഹൈപ്പ് ബട്ടനും എല്ലാം ഞെക്കാൻ മറക്കരുത്. അങ്ങനെ ഇനി അടുത്ത ഏത് സീരീസ് ചെയ്യണമെന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ അടുത്ത ദിവസം ആ സീരീസുമായിട്ട് ഞാൻ വരാം.